Bismillahirrahmanirrahim. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആന്റെ 70ാമത് അധ്യായം സൂറത്തുൽ മആരിജ് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ആയത്തുകൾ നമ്മൾ ഓതി അതിന്റെ അർത്ഥം നോക്കിയതാണ്. ഇന്ന് നമുക്ക് 6ാമത് ആയത്ത് മുതൽ 10 വരെ ഇൻഷാ അല്ലാഹ് ഓതാം. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما. ഇത്രയുമാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് നോക്കാം. إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما. ഇങ്ങനെ ഓതാം. إنهم يرونه بعيدا. അർത്ഥം: തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു. അതായത് അന്ത്യദിവസം അതിനെ കുറിച്ചാണ് ആദ്യത്തെ ആയത്തുകളിൽ പറഞ്ഞു വരുന്നത്. സഅല സായിലും ബിഅദാബിൻ വാഖിഅ, അതായത് സംഭവിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് പരലോകത്ത്. അപ്പൊ അത് വിദൂരത്തിലുള്ളതല്ല, അടുത്തുള്ളതാണ്. ഇന്നഹും യറൗനഹു ബഈദ, തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു. വനറാഹു ഖരീബ, നാം അതിനെ അടുത്തതായും കാണുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അടുത്തതാണ്. യൗമ തകൂനു സ്സമാഉ കൽമുഹ്ൽ, അന്നേ ദിവസം, അതായത് ആകാശം ഉരുകിയ ലോകം പോലെ ആകുന്ന ദിവസം. യൗമ, അന്നേ ദിവസം, തകൂനു സമാഉ, ആകാശം ആയിത്തീരും. കൽമുഹൽ, ഉരുകിയ ലോഹം പോലെ. വതകൂനുൽ ജിബാലു കൽഇഹ്ൻ, പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയും ആവും. കടഞ്ഞ രോമം പോലെ. കൽഇഹ്ൻ, ഇങ്ങനെ പർവ്വതങ്ങൾ, അതായത് അത്രയും ശക്തിയായി അല്ലാഹു നിർമ്മിച്ച ആ പർവ്വതങ്ങൾ പോലും കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരും. എന്നാൽ അത്രയും ഭയങ്കരമായ ഒരു ദിവസമാണത്. വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഇവിടെ ഹംസ ശ്രദ്ധിക്കുക. വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഹാ ശ്രദ്ധിക്കുക. ഹമീം, ഹമീം അല്ല, ഹമീം. വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒറ്റ ബന്ധുവും മറ്റൊരു ഉറ്റ ബന്ധുവിനോട് അന്ന് യാതൊന്നും ചോദിക്കുകയില്ല. അതായത് ബന്ധുക്കൾ പരസ്പരം ബന്ധപ്പെടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അന്നേ ദിവസം ഉണ്ടാവുക.